ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നാം ഇന്ന് വന്നിരിക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വീഡിയോയുമായിട്ടാണ്. അതിനു മുൻപ് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം നിങ്ങളോട് പറയാനുണ്ട്. നമ്മുടെ മാർക്കറ്റ് മാഗ്നറ്റിൻ്റെ ഫ്രീ ചാനലിൽ ഒരു ടെക്നിക്കൽ എറർ വന്നിരിക്കുന്നത് കൊണ്ട് ആ ചാനലിലേക്ക് ഇപ്പം നമുക്ക് മെസ്സേജ് എയർ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മളൊരു പുതിയ ഫ്രീ ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മുടെ പഴയ മെമ്പേഴ്സും അതുപോലെ പുതിയതായിട്ടുള്ള മെമ്പേഴ്സും ഇതൊരു അറിയിപ്പായിട്ട് കണക്ക് കൂട്ടി നമ്മുടെ പുതിയ ഫ്രീ ചാനലിലേക്ക്, മാർക്കറ്റ് മാഗ്നറ്റിൻ്റെ പുതിയ ടെലിഗ്രാം ഫ്രീ ചാനലിലേക്ക് ജോയിൻ ചെയ്യുക കേട്ടോ. ഇനി അവിടെയാണ് നമ്മുടെ ആക്ടിവിറ്റീസും സ്റ്റഡികളും ന്യൂസുകളും കാര്യങ്ങളും എല്ലാം ഉണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് ഇത് അറിയാത്തവരെ എത്രയും പെട്ടെന്ന് തന്നെ നമ്മുടെ പുതിയ ഫ്രീ ചാനലിലേക്ക് ജോയിൻ ചെയ്യുക. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമന്റിലും പിൻ ചെയ്ത് കൊടുക്കാം കേട്ടോ. അതുപോലെ മാർക്കറ്റ് മാഗ്നറ്റ് ഒരു സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റ് ഫേമാണ്. നമ്മളിവിടെ പറയുന്ന എല്ലാ കാര്യങ്ങളും നമ്മുടെ സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റിന്റെ സ്റ്റഡിയുടെ ഭാഗമായിട്ട് നമുക്ക് ലഭിക്കുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് ഇവിടെ ഒരു ബൈയോ സെല്ലോ ഇനീഷ്യേറ്റീവ് ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾ നിങ്ങളുടെ ഫണ്ട് മാനേജറുമായിട്ടോ സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റുമായിട്ടോ ബന്ധപ്പെടേണ്ടതാണ്. മാർക്കറ്റ് മാഗ്നറ്റ് യാതൊരുവിധ ഗ്യാരണ്ടികളും ആർക്കും നൽകുന്നില്ല. അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവര് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നമ്മുടെ വീഡിയോകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഒന്ന് കമന്റ് ചെയ്യുക. അത് നമുക്ക് ലഭിക്കുന്ന വലിയൊരു പ്രോത്സാഹനമാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഹലോ, നമസ്കാരം. എല്ലാവർക്കും സുശാന്താണ്. അപ്പോൾ നമുക്കിന്ന് Q1 റിസൾട്ടുകളുടെ അപ്ഡേറ്റ്സുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നും ഒരുപാട് ബാങ്കുകളും അതുപോലെ തന്നെ NBFCകളും ഒക്കെ തന്നെ ബിസിനസ് അപ്ഡേറ്റ്സുകളുമായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ കുറച്ചുകൂടി പ്രോമിസിംഗ് ആയിട്ട് തോന്നുന്നത് NBFC സെക്ടറാണ്. NBFC സെക്ടർ കഴിഞ്ഞ 1-2 ക്വാർട്ടറുകളിലായിട്ട് മോശമില്ലാത്ത പെർഫോമൻസ് കാണിച്ചു വെക്കുന്നു. അതുപോലെ തന്നെ ഇപ്പോൾ റൂറൽ എക്കോണമിയിലും മറ്റും കാണിച്ചിരിക്കുന്ന ഈ ഒരു ഗ്രോത്ത്, പിന്നെ മൺസൂൺ, ഇതൊക്കെ നമുക്ക് NBFCകളിൽ വരുന്ന സമയങ്ങളിൽ ഒരു അപ്സൈഡ് കാണാനുള്ള സാധ്യതകൾ കാണുന്നു. കാരണം റൂറൽ എക്കോണമിയിൽ ഇൻകം കൂടുന്നതിനനുസരിച്ചിട്ട് സ്പെൻഡിങ് വരാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ FMCG സെക്ടറുകളിൽ നിന്നുള്ള ന്യൂസുകൾ കാണിക്കുന്നത് ആ ഒരു വേഴ്സ്റ്റ് സിറ്റുവേഷൻ ഈസ് ഓവർ. അത് കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള റിസൾട്ടുകൾ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള സാധ്യതകളാണ് കാണുന്നത്. അതുപോലെ തന്നെ ഗ്രാമീണ മേഖലകളിൽ ആക്റ്റീവ് ആവുന്നതിൻ്റെ ലക്ഷണങ്ങളാണ്. അഗ്രികൾച്ചറൽ പ്രൊഡക്റ്റുകളുടെ, അഗ്രികൾച്ചറൽ എക്യുപ്മെൻറ്റ്സിൻ്റെ സെയിൽസ് റിപ്പോർട്ടൊക്കെ വരുന്നത് വളരെ പോസിറ്റീവായിട്ട് തോന്നുന്നു. ജൂൺ മാസവും അതുപോലെ തന്നെ ജൂൺ മാസത്തെ VST ടില്ലേഴ്സ്, അതുപോലെ തന്നെ എസ്കോട്ട്സിൻ്റെ ഒക്കെ ഫിഗേഴ്സ് കാണിക്കുന്നത് അഗ്രികൾച്ചറൽ എക്യുപ്മെൻറ്റ്സിൻ്റെ ഒക്കെ ഒരു ഉപയോഗം കൂടി വരുന്നതായിട്ടാണ്. സോ ഇതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് NBFCകളിലും റിഫ്ലക്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ NBFC സെക്ടറിൽ നിന്നുള്ള ഒരു കമ്പനിയാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. ചോളമണ്ഡലം ഇൻവെസ്റ്റ്മെൻറ്റ് ഫിനാൻസ് ലിമിറ്റഡ് എന്ന് പറയുന്ന NBFC ഇപ്പോൾ 1510, 1520 നിലവാരത്തിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു സ്റ്റോക്ക് സജസ്റ്റ് ചെയ്യാനുള്ള കാരണം, ഇതൊരു ഫണ്ടമെൻ്റൽ സ്റ്റോക്കായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ പറയുന്നത്. ഈ ഒരു സ്റ്റോക്കിന് ഒരു 20-25% വരെ അപ്സൈഡ് ടാർഗറ്റ് ഞാൻ പ്രതീക്ഷിക്കുന്നു അടുത്ത ഒരു വർഷത്തിനുള്ളിൽ. ഇപ്പോൾ 1520 നിലവാരത്തിലുള്ള ഈ സ്റ്റോക്കിന് ഞാൻ കാണുന്ന ടാർഗറ്റ് 1800 മുകളിലാണ്. 1800, 1900 മുകളിലാണ് ഞാൻ കാണുന്ന ടാർഗറ്റ്. ഇനി ഈ കമ്പനിയെക്കുറിച്ച് പറയുമ്പോൾ ഇവർ ഒരു ഫിനാൻസ് കമ്പനിയാണ്. ഇവർ ലോൺ കൊടുക്കുകയാണ് ചെയ്യുന്നത്. ലോൺ കൊടുക്കുന്നത് വെഹിക്കിൾസ് ഫിനാൻസ് കൊടുക്കുന്നുണ്ട്, ഹോം ലോൺസ്, അതുപോലെ തന്നെ പ്രോപ്പർട്ടിക്ക് അഗൻസ്റ്റ് ലോൺ, പേഴ്സണൽ ലോൺസ്, അങ്ങനെ പല ലോൺ കൊടുക്കുന്ന ബിസിനസ് തന്നെയാണ് ഇവർ ചെയ്യുന്നത്. ഇവരുടെ അസറ്റ് അണ്ടർ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് 1,99,876 കോടി രൂപയാണ് ടോട്ടൽ ലോൺ ബുക്ക് എന്ന് പറയുന്നത്. അതിൽ തന്നെ 1,53,718 കോടി രൂപയായിരുന്നു കഴിഞ്ഞ വർഷം ഇതേപോലെ ഉണ്ടായിരുന്നത്. അവിടെ നിന്നാണ് ഇപ്പോൾ 1,99,000 അവരുടെ ലോൺ ബുക്ക് വന്നിരിക്കുന്നത്. സോ മാസീവ് ഗ്രോത്ത് ആണ് കാണിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ 30% ഇയർ ഓൺ ഇയർ ഗ്രോത്ത് ആണ് ഇവരുടെ ലോൺ ബുക്കിൽ കാണിക്കുന്നത്. കമ്പനി അവരുടെ സ്ട്രോങ് ലിക്വിഡിറ്റി പൊസിഷൻ ഇപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യുന്നു. കാരണം 15,267 കോടി രൂപ ക്യാഷ് റിസർവ് ഉള്ള ഒരു കമ്പനിയായിട്ടാണ് ചോളമണ്ഡലം ഇൻവെസ്റ്റ്മെൻറ്റ് ഫിനാൻസ് ലിമിറ്റഡിനെ കാണേണ്ടത്. ഇത് മാർച്ച് 31 വരെയുള്ള കണക്കാണ്. 15,267 കോടി രൂപയുടെ ക്യാഷ് കമ്പനിയുടെ കയ്യിൽ ലിക്വിഡായിട്ടുണ്ട്. അതുപോലെ Q4 കാര്യങ്ങൾ നോക്കുന്ന സമയത്ത് 30% വർധനമാണ് ഇൻട്രസ്റ്റ് ഇൻകത്തിൽ ഇവർ രേഖപ്പെടുത്തിയത്. അതായത് 3,056 കോടി രൂപ. അത് നെറ്റ് ഇൻട്രസ്റ്റ് മാർജിൻ ഏകദേശം 30 ബേസിസ് പോയിന്റ് ഉയർച്ചയോടുകൂടി 8%-ാണുള്ളത്. 2025 സാമ്പത്തിക വർഷത്തെ മൊത്തം നോക്കുന്ന സമയത്ത് നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകത്തിൽ 36% വർധനവ്, അതായത് 13,570 കോടി രൂപയാണ് ഇൻട്രസ്റ്റ് ഇൻകമായിട്ട് അവർ കഴിഞ്ഞ ഒരു സാമ്പത്തിക വർഷം നേടിയത്. അതുപോലെ തന്നെ സ്ട്രോങ് ലെൻഡിങ് മൊമെൻറ്റമാണ്. അതുപോലെ തന്നെ മാർജിൻ പ്രൊഫൈൽ കൂടി വരുന്നുണ്ട്. ഇതൊക്കെയാണ് സാധാരണയായിട്ട് NBFCകളുടെ നമ്മൾ വിലയിരുത്തുന്ന സമയത്ത് കണക്കാക്കാവുന്ന യാഡ് സ്റ്റിക്സുകളായിട്ട് ഉപയോഗിക്കുന്നത്. ഇതൊക്കെയാണ് ഇവരുടെ ഇൻകം കൂടുന്നു, നെറ്റ് ഇൻട്രസ്റ്റ് മാർജിൻ കൂടുന്നു എന്നുള്ളതൊക്കെ. 2025 മൊത്തം കഴിഞ്ഞ വർഷത്തെ സാമ്പത്തിക വർഷത്തെ അനലൈസ് ചെയ്ത സമയത്ത് ടോട്ടൽ ലോൺ ഡിസ്ബേഴ്സ്മെൻറ്റ് 14% വർധന, അതായത് 1,869 കോടി രൂപയുടെ ലോണാണ് അവർ കഴിഞ്ഞ വർഷം കൊടുത്തത്. അത് ഏകദേശം
എല്ലാ സെഗ്മെൻറ്റിലും, അതായത് വെഹിക്കിൾ ഫിനാൻസ് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കൊടുത്തിരിക്കുന്ന വെഹിക്കിൾ ഫിനാൻസ് തന്നെയാണ്. 53,922 കോടി രൂപ വെഹിക്കിൾ ഫിനാൻസ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ലോൺ അഗൻസ്റ്റ് പ്രോപ്പർട്ടി നോക്കിക്കഴിഞ്ഞാൽ 32% വർധന, അതായത് 17,913 കോടി രൂപയാണ് വെഹിക്കിൾ ഫിനാൻസ് ആയിട്ട് അവർ കൊടുത്തിരിക്കുന്നത്. അതിന് പുറമെ സെക്യൂർഡ് ക്രെഡിറ്റും ഹോം ലോൺ നോക്കിക്കഴിഞ്ഞാലും 7,404 കോടി രൂപയുടെ ഹോം ലോൺ കൊടുത്തിട്ടുണ്ട്. 16% വർധനവ് അവിടെയുണ്ട്. SME ഡിസ്ട്രിബ്യൂഷൻ കുറഞ്ഞിട്ടുണ്ട്. സ്മോൾ മീഡിയം എക്യുപ്മെൻറ്റ്സ്, അതായത് സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസിന് കൊടുത്തിരിക്കുന്ന അവരുടെ ലോണുകളിൽ കുറവുണ്ട്. കാരണം കണ്ടിന്യൂസ് ആയിട്ട് അവർ RBIയുടെ ഭാഗത്തുനിന്നുള്ള മോണിറ്ററിംഗ് ഉണ്ടായിരുന്നു അവരുടെ. അതുകൊണ്ട് തന്നെ അവരുടെ അസറ്റ് ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ട് ലോൺ കൊടുക്കണമെന്നുള്ളത്, സ്ട്രെസ്ഡ് അസറ്റായി മാറരുതെന്നുള്ളത്. അതുകൊണ്ട് തന്നെ റിട്ടേൺ ഓൺ അസറ്റ്സ് നോക്കി കൊടുത്തുകൊണ്ടായിരിക്കാം SME ലോണുകളിൽ കുറച്ച് കുറവ് വന്നിരിക്കുന്നത്. സപ്ലൈ ചെയിൻ ഫിനാൻസിനും കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അവർ കൂടുതലായിട്ട് പോർട്ട്ഫോളിയോ റീബാലൻസിങ്ങിനും റീഅലൈൻമെൻറ്റും ചെയ്താണ് ശ്രമിക്കുന്നത്. അതുപോലെ തന്നെ ക്വാളിറ്റി, പ്രോഫിറ്റബിലിറ്റിക്കൊക്കെയാണ് അവർ കൂടുതലും പ്രാധാന്യം കൊടുക്കുന്നതായിട്ട് കാണുന്നത്. സെക്യൂർഡ് ലെൻഡിംഗ് ആണ് കൂടുതലും നടത്തുന്നത്. അതുകൊണ്ട് തന്നെ അതായത് ഈ ഈടുകൾ എന്തെങ്കിലും വാങ്ങിയിട്ട് ലോൺ കൊടുക്കുന്ന സിസ്റ്റമാണ് സെക്യൂർഡ് ലോൺ സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്തെങ്കിലും തരത്തിൽ കിട്ടാക്കടമായി മാറിയാൽ പോലും ആ ഒരു തിരിച്ചടവ് നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടാവില്ല എന്നാണ് പറയുന്നത്. കമ്പനി സ്ട്രോങ് പ്രോഫിറ്റബിലിറ്റിയാണ് കഴിഞ്ഞ ക്വാർട്ടറിൽ അല്ലെങ്കിൽ കഴിഞ്ഞ വർഷവും രേഖപ്പെടുത്തിയിരിക്കുന്നത്. റിട്ടേൺ ഓൺ അസറ്റ് ഏകദേശം 3.6%. അതായത് 2025 മൊത്തം 3.6%. Q4 റിട്ടേൺ ഓൺ അസറ്റ് നോക്കിക്കഴിഞ്ഞാൽ 3.3%. കാരണം കൃത്യമായിട്ടുള്ള യൂട്ടിലൈസേഷനാണ്, അസറ്റ്സിൻ്റെ യൂട്ടിലൈസേഷനാണ് ഈ ഒരു റേഷ്യോ കാണിക്കുന്നത്. റിട്ടേൺ ഓൺ ഇക്വിറ്റി നോക്കിക്കഴിഞ്ഞാൽ പോലും 22.2% റിട്ടേൺ ഓൺ ഇക്വിറ്റിയാണ് കാണിക്കുന്നത് Q4. അതായത് 19.8% റിട്ടേൺ ഓൺ ഇക്വിറ്റി ആനുവലിയും കാണിക്കുന്നു. അത് സ്ട്രോങ് ആയിട്ടുള്ള ഷെയർ ഹോൾഡേഴ്സിന് നല്ല രീതിയിലുള്ള ക്യാപിറ്റൽ ഡിപ്ലോയ്മെൻറ്റ് കിട്ടിയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ ലോൺ സെഗ്മെൻറ്റിലൊക്കെ തന്നെ വർധനവ് ഇതിൻ്റെ ഒരു ഇൻഡിക്കേഷനാണ്. അതുപോലെ മറ്റൊരു കാര്യം നോക്കിക്കഴിഞ്ഞാൽ കമ്പനി ഗോൾഡ് ലോൺ സെഗ്മെൻറ്റിൽ കൂടി എൻ്റർ ചെയ്യാൻ പോകുന്നു. പ്രത്യേകിച്ചും പല ഡൈവേഴ്സിഫൈ ചില ഏരിയകളിൽ മാത്രമായിട്ട്. അത് കൂടുതൽ ഓപ്പർച്യൂണിറ്റി കമ്പനിയുടെ മുന്നിലേക്ക് വഴിതുറക്കപ്പെടുകയാണ് ചെയ്തത്. അർബൻ, സെമി അർബൻ മേഖലകളിലായിരിക്കും കമ്പനി കൂടുതലായിട്ടും ഗോൾഡ് ലോണുമായിട്ട് മുന്നോട്ട് പോകാൻ സാധ്യത. അതുപോലെ Q4 കാര്യം നോക്കുകയാണെങ്കിൽ അസറ്റ് ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. ഗ്രോസ് NPA നോക്കിക്കഴിഞ്ഞാൽ 4% ഉണ്ടായിരുന്നത് 3.97% കുറഞ്ഞിട്ടുണ്ട്. അതായത് ഗ്രോസ് NPA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2.6% ഉണ്ടായിരുന്നു. 2.66% ഉണ്ടായത് 2.6% നെറ്റ് NPA കുറഞ്ഞിട്ടുണ്ട്. അതായത് 100 രൂപ കൊടുക്കുന്ന സമയത്ത് 2 രൂപ 63 പൈസയാണ് കിട്ടാക്കടമായി മാറുന്നത് എന്നുള്ളതാണ് കാണിക്കുന്നത്. ഇനി കമ്പനി 50 മുതൽ 100 ബേസിസ് പോയിന്റ് ഇയർ ഓൺ ഇയർ ഇംപ്രൂവ്മെൻ്റ് ആണ് അസറ്റ് ക്വാളിറ്റിയിൽ വരുത്തിയിരിക്കുന്നത്. ഇത് അവരുടെ ഫോക്കസ് വളരെ കൃത്യമായിട്ട് അവർക്ക് എവിടെ പ്രോഫിറ്റബിലിറ്റി നോക്കിയിട്ടും ക്വാളിറ്റി നോക്കിയിട്ടും ലെൻഡ് ചെയ്യണം എന്നുള്ളതിനനുസരിച്ചാണ് അവർ റിസ്ക് അഡ്ജസ്റ്റ്മെൻറ്റ്സ് നടത്തുന്നത്. അതുപോലെ തന്നെ റിക്കവറി പ്രോസസ്സും വളരെ സ്ട്രോങ് ആയിട്ടാണ് അവർ കാണിക്കുന്നത്. ക്യാപിറ്റൽ അഡിക്വസി റേഷ്യോ നോക്കിക്കഴിഞ്ഞാൽ 19.75%. റെഗുലേറ്ററി റിക്വയർമെൻറ്റ് 15 വെക്കണം എന്നാണ്. അതിന് മുകളിൽ 2 പേർക്ക് 19.75 ഉണ്ട്. ടയർ 1 ക്യാപിറ്റൽ നോക്കിയാൽ 14.41. അത് ടയർ 2 നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം 5.34% വരുന്നുണ്ട്. മാനേജ്മെൻറ്റിൻ്റെ കോൺകോൾ അപ്ഡേറ്റ്സ് പ്രകാരം വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബിസിനസ് ഗ്രോത്ത് ആണ്. അതുപോലെ തന്നെ ഫണ്ടമെൻറ്റൽസ് ഇമ്പ്രൂവ് ചെയ്യുന്നതായിട്ടാണ് അവർ പറയുന്നത്. അസറ്റ് അണ്ടർ മാനേജ്മെൻറ്റിലും വർധനവുണ്ട്. അസറ്റ് ക്വാളിറ്റി വർദ്ധിക്കുന്നുണ്ട്. പ്രോഫിറ്റബിലിറ്റി കൂടുന്നതായിട്ട് കാണുന്നുണ്ട്. സെക്യൂർഡ് ലെൻഡിങ്ങിലാണ് കൂടുതലും, അതായത് ഈട് നൽകിയിട്ട് ലോൺ കൊടുക്കുന്നതിലാണ് കൂടുതലും കമ്പനി ചെയ്യുന്നത്. അതുപോലെ തന്നെ ചെറിയ കൺസേണുള്ള മൈക്രോ, മീഡിയം, സ്മോൾ എൻ്റർപ്രൈസസിനുള്ള ലോണുകൾ അവർ കുറക്കുന്നുണ്ട്. സോ എനിക്ക് തോന്നുന്നു ക്യാപിറ്റൽ അഡിക്വസി ഒക്കെ തന്നെ കമ്പനിക്ക് നിയമപരമായി വേണ്ടതിൽ കൂടുതലുണ്ട്. വരുന്ന സമയങ്ങളിൽ ഈ സ്റ്റോക്ക് എനിക്ക് തോന്നുന്നു 1900 മുകളിൽ അല്ലെങ്കിൽ 1800 മുകളിലേക്കെങ്കിലും പോകാനുള്ള സാധ്യതയായിട്ടാണ് കാണുന്നത്. ഒരു 4 to 8 months ടാർഗറ്റാണ് നമ്മൾ പറയുന്നത് ഇതിന്. ഏകദേശം പ്രൈസ് ടു ബുക്ക് വാല്യൂഷൻ 5.42 അതിന് ഫിനാൻഷ്യൽ ഇയറിലെ 2026 ബുക്ക് വാല്യൂഷൻ 350 രൂപയായിട്ടാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. സോ എനിക്ക് തോന്നുന്നു ഓൾ ടുഗെദർ ചോളമണ്ഡലം ഇൻവെസ്റ്റ്മെൻറ്റ് ഫിനാൻസ് ലിമിറ്റഡ് എന്ന് പറയുന്നത് ഒരു ലോങ് ടേമിലേക്ക്, ഒരു വർഷത്തേക്ക് കൈവെക്കാവുന്ന ഒരു ഓഹരിയായിട്ടാണ്. ഇപ്പോൾ നിലവാരം 1520 രൂപ നിലവാരത്തിലാണുള്ളത്. 1800 മുകളിലേക്ക് പോകാനുള്ള ഒരു ടാർഗറ്റാണ് നമ്മൾ കാണുന്നത്. അതേസമയം കൃത്യമായിട്ടും 1380 താഴെ ഒരു സ്റ്റോപ്പ് ലോസ് വെച്ചുകൊണ്ട് ഇത് നമുക്ക് ഹോൾഡ് ചെയ്യാവുന്നതാണ്. ഒരു വർഷമെങ്കിലും ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ പൊസിഷൻസ് എടുക്കുന്നതായിരിക്കും നല്ലതായിട്ട് സജസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അതുകൂടി ഡിസ്ക്ലൈമർ കൂടിയുണ്ട്. സ്റ്റോക്ക് മാർക്കറ്റിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് എപ്പോഴും നഷ്ടസാധ്യതകൾക്ക് കൂടി വിധേയമായിട്ടുള്ളതാണ്.
സെബിയുടെ നിർദ്ദേശപ്രകാരമുള്ള ഇൻവെസ്റ്റേഴ്സിനുള്ള ഒരു മുന്നറിയിപ്പായിട്ട് കാണുക. അതുപോലെ തന്നെ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നതിന് മുമ്പ് തീർച്ചയായിട്ടും നിങ്ങൾ കൂടി നിങ്ങളുടേതായിട്ടുള്ള രീതിയിലുള്ള അനാലിസിസ് നടത്തുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. നന്ദി, നമസ്കാരം.